നമസ്കാരം, ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അനലോഗിക്ക് ശേഷം റീസണിങ്ങിൽ എടുക്കുന്ന അടുത്ത ടോപ്പിക്കാണ് എന്തെന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ഒരു ഐഡിയ കിട്ടും. അപ്പൊ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. എന്താണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നിടം മുതൽ, അതായത് ബേസിക് മുതൽ ഞാൻ പറഞ്ഞു തരികയാണ്. ക്ലാസിഫിക്കേഷൻ മീൻസ് ഓഡ് വൺ ഔട്ട്, അതായത് കൂട്ടത്തിൽ വരാത്ത ആളിനെ കണ്ടുപിടിക്കുകയാണ് നമ്മൾ എന്തിലൂടെ ചെയ്യുന്നത്, ക്ലാസിഫിക്കേഷനകത്ത് ചെയ്യുന്നത്. അപ്പൊ ഓഡ് വൺ ഔട്ട് ആയിട്ടുള്ള, അപ്പൊ ഒന്ന് മനസ്സിലാക്കി നിങ്ങളുടെ മൈൻഡിൽ ഇരിക്കണേ, ഓഡ് വൺ ആയിട്ടുള്ള ആളിനെ എന്ത് ചെയ്യുക, ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ക്ലാസിഫിക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും 3 ടൈപ്പ് ക്ലാസിഫിക്കേഷൻസ് ആണുള്ളത്. ഓക്കെ, വേർഡ് ക്ലാസിഫിക്കേഷൻ, അതുപോലെ നമ്പർ ക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെ ആൽഫബറ്റ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, വേർഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് വേർഡുകൾ തരും, അതിൽ കൂട്ടത്തിൽ വരാത്ത വേർഡ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. നമ്പർ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് നമ്പർ നമുക്ക് തരും, അതിൽ കൂട്ടത്തിൽ റിലേറ്റഡ് അല്ലാതെ വരുന്ന നമ്പർ ആരാണെന്ന് കണ്ടെത്തുക. ആൽഫബറ്റും ഇതേപോലെ തന്നെ കുറച്ച് ആൽഫബറ്റ്സ് നമുക്ക് തരും, അതിൽ റിലേറ്റഡ് അല്ലാത്ത ആളിനെ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. അപ്പൊ എല്ലാവരും മസ്റ്റ് ആയിട്ടും ഈ ഓരോ സെക്ഷനും കൃത്യമായി ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷനിൽ നിന്നുള്ള ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാ കൈൻഡ് ഓഫ് എക്സാംസിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് എന്തെന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ. നമുക്ക് പോകാം. ഒന്നാമതായിട്ട് വേർഡ് ക്ലാസിഫിക്കേഷൻ. ഫൈൻഡ് ദ ഓഡ് വേർഡ് ഫ്രം ദി ഗിവൺ റെസ്പോൺസസ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതായത് 4 ഓപ്ഷൻസ് നമുക്ക് തന്നിരിക്കുന്നു. ഏതൊക്കെയാണ്? ഹൈലൈറ്റർ, പെന്ന്, പേപ്പർ, മാർക്കർ. നിങ്ങൾ ഇത് ഓരോന്നും ശ്രദ്ധിച്ച്. ഹൈലൈറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പെന്ന് പോലെയുള്ള എക്യുപ്മെന്റ് ആണ്. പേപ്പർ, പെന്ന് ഈസ് ആൾറെഡി നമ്മൾ റൈറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. മാർക്കറും അതുപോലെ റൈറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. ഈ കൂട്ടത്തിൽ വരാതിരിക്കുന്ന ആളാരാണ്? പേപ്പർ മാത്രമാണ് ഈ കാറ്റഗറിയിൽ നിന്ന് മാറി നിൽക്കുന്നത്. അപ്പൊ ഓഡ് വൺ ഔട്ട് ആയിട്ടുള്ള ആളാരാണ്? പേപ്പർ. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഈസ് ക്ലിയർ? അടുത്തത് ഇതാ നോക്കൂ, കുറച്ച് സിറ്റികൾ തരും. അപ്പൊ അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. ചില സിറ്റീസ് തന്നിട്ട് അതിൽ കൂട്ടത്തിൽ വരാത്ത സിറ്റി ഏത്? ഇവിടെ നിങ്ങൾ നോക്കിയാൽ വാഷിംഗ്ടൺ, ന്യൂയോർക്ക്, ലോസ് വേഗസ്, സിഡ്നി എന്ന് പറയുന്ന 4 സിറ്റീസ് ആണ് തന്നിരിക്കുന്നത്. ഇതിൽ ഒരു സിറ്റി നമ്മളുടെ ഒരു കൺട്രിയിൽ നിന്ന് മാറിയാണ് നിൽക്കുന്നത്. നിങ്ങൾ വാഷിംഗ്ടൺ എടുത്താലും ന്യൂയോർക്ക് എടുത്താലും ലാസ് വേഗസ് എടുത്താലും ഇതെല്ലാം US സിറ്റീസ് ആണെന്ന് അറിയാം. സിഡ്നി മാത്രമാണ് ഇവിടുത്തെ ഓസ്ട്രേലിയയിലെ ഒരു സിറ്റി വരുന്നത്. അപ്പൊ കൂട്ടത്തിൽ വരാത്ത ഓഡ് വൺ ഔട്ട് ആരാണ്? സിഡ്നി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ സിറ്റികൾ തന്നിട്ട് എവിടുത്തെ വേണേലും സിറ്റികൾ തരാം എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി അതുപോലെ തന്നെ താൻ നോക്കൂ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ക്വാഡ്രിലാറ്ററൽ, ക്യൂബ്, സ്ക്വയർ, ട്രയാങ്കിൾ. നിങ്ങൾ നോക്കിയേ, ക്വാഡ്രിലാറ്ററൽ ഒരു 2 ഡയമെൻഷണൽ ആയിട്ടുള്ള ഫിഗർ ആണ്, സ്ക്വയർ ഒരു 2 ഡയമെൻഷണൽ ആയിട്ടുള്ള ഫിഗർ ആണ്, ട്രയാങ്കിളും ഒരു 2 ഡയമെൻഷണൽ ആയിട്ടുള്ള ഫിഗർ ആണ്. ക്യൂബ് മാത്രം എന്താണ്? 3D അല്ലേ? സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓഡ് വൺ ആയിട്ട് വരുന്ന ആള് അയാളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മീറ്റർ, കിലോമീറ്റർ, ഡെസിമീറ്റർ, അമീറ്റർ. ഇതിൽ ഏതാണ് ഓഡ് വൺ എന്ന് നോക്കുക. മീറ്റർ, കിലോമീറ്റർ, ഡെസിമീറ്റർ ഇതെല്ലാം കുറച്ച് മെഷർമെന്റുകളാണ്. അമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് അമീറ്റർ. ബാക്കിയൊന്നും ഡിവൈസ് അല്ല, മെഷർമെന്റുകളാണ്. അപ്പോൾ ഏതാണ് ഓഡ് വൺ ഔട്ട് ആയിട്ട് വരുന്നത്? അമീറ്റർ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ദെൻ അടുത്ത നോക്കി, ഇത് പലപ്പോഴും കണ്ടുവരുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഈ മന്തുകൾ തരുന്നു, ജാനുവരി, ഏപ്രിൽ, ജൂലൈ, മെയ്. അപ്പൊ നിങ്ങൾക്കറിയാം, നമ്മൾ ഈ മുകളിലത്തെ വെച്ച് നമ്മുടെ പണ്ട് കൈയൊക്കെ വെച്ച് നമ്മൾ കൗണ്ട് ചെയ്യാനായിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ഈ ഏറ്റവും ടോപ്പിൽ വരുന്നത് നമ്മൾ 31, ദെൻ വരുന്നത് 30 എന്ന് പറഞ്ഞത്. അപ്പൊ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. അപ്പൊ ഇതില് ഏപ്രിൽ മാത്രമാണ് എന്ത് വരുന്നത്? 30 വരുന്നത്. ബാക്കിയെല്ലാം എന്താണ്? 31 ആണ് എന്നുള്ള പ്രത്യേകതയാണ് മന്തില്. സോ ഏപ്രിൽ ഈസ് ദ റൈറ്റ് ആൻസർ. ദെൻ അടുത്തത് നോക്കൂ, വോൾഫ്, ക്യാറ്റ്, ഡോഗ്, ഫോക്സ്. അതിൽ ഏതാണ് നിങ്ങൾ ഓഡ് വൺ ഔട്ട് ആയിട്ട് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാറ്റ് ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഡോഗ് ഫാമിലിയിൽ വരുന്ന ആൾക്കാരാണ്. ഇതായാലും വോൾഫ് ആയാലും ഡോഗ് ആയാലും ഫോക്സ് ആയാലും ഡോഗ് ഫാമിലിയിലാണ് വരുന്നത്. ക്യാറ്റ് ആണ് ആ കാറ്റഗറിയിൽ നിന്ന് മാറി വരുന്ന ഓഡ് വൺ ഔട്ട് ആയിട്ട് വരുന്ന ആൾ. ഓക്കെ, ക്ലിയർ? നോക്കിയ അടുത്ത, ടീച്ചർ, സ്റ്റുഡന്റ്, കെമിസ്ട്രി ആൻഡ് സയൻസ്, ഹിസ്റ്ററി ആൻഡ് മാത്തമാറ്റിക്സ്, എയർ ആൻഡ് ഓക്സിജൻ. ടീച്ചറും സ്റ്റുഡന്റും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട് അല്ലെ? കെമിസ്ട്രിയും സയൻസും തമ്മിൽ റിലേഷൻ ഉണ്ട്, എയറും ഓക്സിജനും തമ്മിൽ റിലേഷൻ ഉണ്ട്. ഹിസ്റ്ററി ആൻഡ് മാത്തമാറ്റിക്സ് ആർ എൻറ്റയർലി ഡിഫറെന്റ് 2 സബ്ജക്ട്സ്. സോ ഓപ്ഷൻ സി ആണ് ഓഡ് വൺ ഔട്ട് ആയി വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോ ഇത്തരത്തിൽ 4 വേർഡുകൾ തന്നിട്ട് അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് വേർഡ്സ് തന്നിട്ട് അതിൽ വരാത്ത ആൾ ആരാണെന്ന് കണ്ടെത്തുന്നതാണ് എന്തെന്ന് പറയുന്നത്
വേർഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇനി പോകുന്നത് നമ്പർ ക്ലാസിഫിക്കേഷനിലാണ്. നമ്പർ ക്ലാസിഫിക്കേഷൻ തുടങ്ങുമ്പോഴേ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്താണ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവ തമ്മിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് നമുക്ക് റിലേഷൻസും എന്ത് ചെയ്യാം, കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോ അത് ടഫസ്റ്റ് ആയിട്ട് ഒരു നമ്പർ ഒക്കെ തന്നാൽ കുറെ സമയം നമ്മുടെ പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ലോജിക്കൽ റീസണിങ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളൊരു ക്ലാസ് കവറപ്പ് ചെയ്യുമ്പോൾ എന്താണ്, ഒരു ബേസിക് ഐഡിയ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ എന്തിടുന്നുണ്ട്, നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പൊ എല്ലാവരും അതൊക്കെ കണ്ട് പഠിക്കാനായിട്ട് കൂടെ ശ്രമിക്കുക. ഞാൻ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എന്താണ് നമ്പേഴ്സ്? 15 എന്ന് പറയുന്ന നമ്പർ, 17 എന്ന് പറയുന്ന നമ്പർ, 19 എന്ന് പറയുന്ന നമ്പർ, 13 എന്ന് പറയുന്ന നമ്പർ. ഈ 4 നമ്പറുകളാണ്, വളരെ ചെറിയ നമ്പറുകളാണ് വന്നേക്കുന്നത്. ഈ നമ്പറുകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം മനസ്സിൽ വരുന്നുണ്ട്. ഓഡ് വൺ ഔട്ട് 15 ആണ്. കാരണം ഇതൊരു പ്രൈമാണ്, ഇത് പ്രൈം നമ്പർ ആണ്, ഇതും പ്രൈം നമ്പർ ആണ്. നോട്ട് എ പ്രൈം വരുന്ന ആരാണ്? 15 മാത്രമാണ്. സോ സിമ്പിൾ ആയിട്ട് പ്രൈം എപ്പോഴും ഇത്തരം ക്വസ്റ്റ്യനുകളുടെ ഒരു പാർട്ടായിട്ട് വരാറുണ്ട്. ഇനി ഇങ്ങനെ സെറ്റായിട്ട് നമ്പേഴ്സ് തരാറുണ്ട്. സെറ്റായിട്ട് നമ്പർ തരികയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഡിഫറൻസ് നോക്കിയാൽ മതി കേട്ടോ. 38 മൈനസ് 36, 48 മൈനസ് 36 12 അല്ലേ? 56 മൈനസ് 44 എന്താണ് വന്നത്? 12 അല്ലേ? 78 മൈനസ് 66 അതും 12 അല്ലേ? 64 മൈനസ് 33 എന്താണ് വന്നത്? 131. അപ്പൊ ഏതാണ്? ഇതാണ് നമ്മുടെ ഓഡ് വൺ ഔട്ട് എന്ന് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിച്ചു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 56, 72, 90, 64. ഇത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ അത്യാവശ്യം അറിയാവുന്ന ഒരാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങൾ നോക്കൂ, ഇവിടെ 64 എന്ന നമ്പർ പറഞ്ഞ നമ്പർ ഒരു 8ന്റെ മൾട്ടിപ്പിൾ ആണ്. 72 എന്ന് പറയുന്ന നമ്പർ ഒരു 8ന്റെ മൾട്ടിപ്പിൾ ആണ്. 56 എന്ന് പറയുന്ന നമ്പർ ഒരു 8ന്റെ മൾട്ടിപ്പിൾ ആണ്. 90 മാത്രം 8ന്റെ മൾട്ടിപ്പിൾ അല്ല. സോ സിമ്പിൾ ആയിട്ട് അപ്പൊ മൾട്ടിപ്പിൾ ഓഫ് എനി നമ്പർ എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒക്കെ അറിയാവുന്നവർക്ക് പെട്ടെന്ന് അത് കാണുമ്പോൾ അതിലെ ഓഡ് വൺ ഔട്ട് ആയിട്ടുള്ള ആളിനെ കണ്ടെത്താൻ സാധിക്കും. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇച്ചിരി വലിയ നമ്പേഴ്സ് വന്നേക്കുന്നത്. എന്താണ്? 2378, 9122, 1517, 2345. മക്കളെ, വലിയ നമ്പറൊക്കെ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ക്യൂബ് വല്ലതും ആണോ എന്ന് പെട്ടെന്നൊന്ന് നോക്കിയോണം. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ നോക്കേണ്ട എന്തുവാന്ന് അറിയാമോ? മൾട്ടിപ്പിൾ നോക്കുന്നതിന് മുമ്പേ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ സം ഓഫ് ഡിജിറ്റ് ഒന്ന് നോക്കണം. 2, 3, 4, 5, 4, 5, 9, 9, 5, 14, 7, 1, 8, 8, 1, 9, 9, 5, 14, 9 plus 1, 10, 4, 14. കണ്ടോ? 7 into 7 plus 7, 14, plus 1, 15. ഇവിടെ മാത്രം 20 വന്നു. അപ്പൊ നിങ്ങൾ പറ ഏതാണ്? 2378 ആണ് ഈ കൂട്ടത്തിൽ ഓഡ് വൺ. അപ്പൊ സം ഓഫ് ദ ഡിജിറ്റ് വെച്ചിട്ട് തരാം. നമ്മൾ വലിയ സംഖ്യയൊക്കെ കണ്ട് നമ്മൾ ഞെട്ടിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഡിജിറ്റുകൾ എന്ത് ചെയ്യുക, ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. എന്താണ്? 21, 81, 51, 71. ഇതിൽ ആരെല്ലാം 1-ൽ എൻഡ് ചെയ്യുന്നത്? ഇതിൽ ആരാണ് ഓഡ് വൺ ഔട്ട്? വളരെ സിമ്പിൾ ആയി കണ്ടുപിടിക്കാം. പ്രൈം നമ്പറുകൾ നിങ്ങൾ നോക്കിയാൽ മതി. ഇവൻ ഒരു 3ന്റെ മൾട്ടിപ്പിൾ ആണ്. 81 നിങ്ങളൊന്ന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്ക്. എന്താ വരുന്നത്? 6, 21 അല്ലെ? 7, 21. അപ്പോൾ ഇതും ഓക്കെ ആണ്. അടുത്തയോ 51 നിങ്ങളതൊരു 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കേ. എന്താ വരുന്നത്? 3, 21. അപ്പോൾ ഇതും കുഴപ്പമില്ല. അപ്പോൾ 71 ആണ് പ്രൈമായിട്ട് വരുന്ന അല്ലെങ്കിൽ 3ന്റെ മൾട്ടിപ്പിൾ അല്ലാതെ വരുന്ന ഒരു നമ്പർ. സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു. എല്ലാവരും പ്രാക്ടീസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നോക്കൂ, 6, 612, 5, 521, 4, 46, 7, 543. ഇത് സിമ്പിൾ ആയിട്ട് ചിലർ ഇത് കണ്ടുപിടിക്കും. 6ന്റെ ക്യൂബ് എത്ര മക്കളെ? 216 അല്ലേ? 5ന്റെ ക്യൂബ് എത്ര? 125 അല്ലേ? 4ന്റെ ക്യൂബ് എത്ര? 64 അല്ലേ? ഇവരെ ഒന്ന് തിരിച്ചിട്ടെ. 612 വരുന്നു. ഇവനെ ഒന്ന് തിരിച്ചിട്ടെ. 521 വരുന്നു. ഇവനെ ഒന്ന് തിരിച്ചിട്ടെ. 46 വരുന്നു. അപ്പോ 7ന്റെ ക്യൂബ് എന്താ വരുന്നത്? 343 അല്ലേ? തിരിച്ചിട്ടാലും 343 എന്നല്ലേ വരേണ്ടത്. അപ്പോൾ ഇവിടെ മാത്രമാണ് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തത്. സോ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്തു? ആൻസർ കണ്ടുപിടിക്കാൻ സാധിച്ചു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്.
അപ്പൊ നമ്പർ സീരീസിന് ശേഷം ഞാൻ നിങ്ങളെ അടുത്തത് കൊണ്ടുപോകുന്നത് ആൽഫബറ്റ് ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഞാൻ ഈ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്ന ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് തരിക എന്നുള്ളതാണ്. അപ്പൊ മോർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെക്ഷൻ ഒക്കെ ഉണ്ട് നമുക്ക്. ആ സമയത്ത് നിങ്ങൾക്ക് നല്ല നല്ല ടഫസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളൊക്കെ ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കോൺസെപ്റ്റ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. കോൺസെപ്റ്റിൽ ഐഡിയ ഇല്ലാത്തവർ കോൺസെപ്റ്റ് ആദ്യം ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ, ടോപ്പിക്ക് സിലബസ് അനുസരിച്ച് കവറപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാത്തുള്ളൂ, ഫിയർ ഇല്ലാതെ എക്സാമിനെ സമീപിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എല്ലാവരും നല്ല കോൺഫിഡന്റ് ആയിട്ട് തന്നെ പഠിക്കുക. നമ്മുടെ ഫ്രണ്ടിലുള്ള എക്സാംസ് നമുക്ക് കിട്ടേണ്ട എക്സാം തന്നെയാണ്, അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സിലബസ്, ഏതൊരു എക്സാമിന്റെയും സിലബസ് ആദ്യം കവറപ്പ് ചെയ്തതിനു ശേഷം അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഷിഫ്റ്റ് വൈസ് ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ പ്രാക്ടീസ് ചെയ്യുമെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. എല്ലാവരും നമ്മുടെ ഒപ്പം തന്നെ, അക്കാഡമിയുടെ ഒപ്പം തന്നെ എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക. നമ്മളെല്ലാം ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലാസ്സുകളിലൂടെ തരുന്നതായിരിക്കും. ആൽഫബറ്റ് ക്ലാസിഫിക്കേഷനിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ നോക്കൂ, എന്താണ് ആദ്യത്തെ നോക്കിയേ, 14AUTO. ഇത് സിമ്പിൾ ആയിട്ട് എല്ലാവരും പറയും. എന്താ, ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് എടുത്താൽ AEIOU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ, വവൽസ് ആണ്. അപ്പൊ ഇവിടെ ടി ആണ് ഓഡ് വൺ ഔട്ട് എന്ന് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എന്താണ്, ഇത് നോക്കി, HJKL PRST MLNO ACDE. ഞാൻ ഈ 26 ലെറ്റേഴ്സും അവരുടെ പ്ലേസ് വാല്യൂസും കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അതറിയാമെങ്കിൽ H കഴിഞ്ഞിട്ട് J +1 2, J കഴിഞ്ഞിട്ട് K 1, K കഴിഞ്ഞിട്ട് L 1, P കഴിഞ്ഞിട്ട് QR 2, R കഴിഞ്ഞിട്ട് S കഴിഞ്ഞിട്ട് T, M കഴിഞ്ഞിട്ട് L, അവിടെ -1 ആയി പോയില്ലേ. L കഴിഞ്ഞിട്ട് N 1 ആണ്. ഇതോടെ നോക്കാം, A കഴിഞ്ഞിട്ട് C 2, CD 1. അപ്പൊ ഇവിടെ എല്ലാം 211 211 211. ഇവിടെ മാത്രം -110 അല്ലേ വന്നേക്കുന്നത്. സോ ഓപ്ഷൻ സി ആണ് ഓഡ് വന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന ആൽഫബറ്റുകളുടെ എന്ത് നോക്കുക, അവരുടെ പ്ലേസ്, അവരുടെ ഒരു ലോജിക് ഉണ്ട്, അവരുടെ ലോജിക്കിലായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. ആ ലോജിക്കിൽ നിന്ന് മാറി നിൽക്കുന്നവൻ ആരാണെന്ന് കണ്ടെത്തുക. ഇവിടെ പ്ലേസ് വാല്യൂടെ ഇൻക്രിമെന്റ് ആണ് ബാക്കിയുള്ളവർക്ക് എല്ലാം കൊടുത്തിരിക്കുന്നത്. 211 211 211 കണ്ടീഷൻ ആണ്. ഒരെണ്ണം മാത്രം അതിൽ നിന്ന് വയലേറ്റ് ചെയ്തിരിക്കുന്നു, അവനെ കൃത്യമായി കണ്ടെത്തി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ POCG KLIZ BUDX FQMB. മക്കളെ, P കഴിഞ്ഞു O -1 ആ, O കഴിഞ്ഞ് C, നേരെ അങ്ങ് ബാക്കിൽ പോയല്ലോ, വലിയ വ്യത്യാസം. K കഴിഞ്ഞിട്ട് L +1 ആ, L കഴിഞ്ഞ് I. അപ്പം ഇവിടെ യുണീക്ക് ആയിട്ട് എന്തല്ല, പ്ലേസ് വാല്യൂവിന്റെ ഡിഫറൻസ് അല്ല, മറ്റെന്തോ ഒരു ലോജിക്കാണ്. മക്കളെ, നിങ്ങൾ സിമ്പിൾ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ലെറ്റർ കോമ്പിനേഷൻ നോക്കൂ, ഇതിനകത്ത് ഈ കോമ്പിനേഷനിൽ ഒരു വൗവലുണ്ട്, ഇതിനകത്ത് ഒരു വൗവലുണ്ട്, ഇതിനകത്ത് ഒരു വൗവലുണ്ട്, ഇതിനകത്ത് മാത്രം എന്തില്ല, വൗവലില്ല. അതൊരൊറ്റ കാരണത്താൽ തന്നെ എന്ത് ചെയ്യുന്നു, ഇതിനെ ഞാൻ ഓഡ് വൺ ഔട്ട് ആയിട്ടുള്ള ആളായി സെലക്ട് ചെയ്യുന്നു. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഇതുപോലെയുള്ള ചിലപ്പോൾ നമ്മളിരുന്ന് പ്ലേസ് വാല്യൂവിന്റെ ഇൻക്രിമെന്റും ഡിക്രിമെന്റും നോക്കി സമയം ഒരുപാട് അവിടെ പോകും. അപ്പൊ ഇതുപോലെയുള്ള കുഞ്ഞു ലോജിക്കുകൾ നിങ്ങളുടെ മനസ്സിലൊന്നും ഉണ്ടായിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, WZ FG UX OR, W കഴിഞ്ഞ് Z 1 2 3, ഓക്കെ. F കഴിഞ്ഞ് G 1, U കഴിഞ്ഞിട്ട് X 1 2 3, O കഴിഞ്ഞിട്ട് R 1 2 3. ഏതാണ്? ഇത് മാത്രമല്ലേ പ്ലേസ് വാല്യൂവിന്റെ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തത്. സോ FG ഈസ് ദ ഓഡ് വൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എന്താണ്? BEG KMO QTV GJL. നമുക്ക് ഓരോന്ന് നോക്കാം. B കഴിഞ്ഞിട്ട് E വരണമെങ്കിൽ 1 2 3, E കഴിഞ്ഞിട്ട് G വരണമെങ്കിൽ 1 2, K കഴിഞ്ഞിട്ട് M 1 2, M കഴിഞ്ഞിട്ട് O 1 2, Q കഴിഞ്ഞിട്ട് T 1 2 3, T കഴിഞ്ഞിട്ട് V 1 2, J കഴിഞ്ഞിട്ട് G 1 2 3, J കഴിഞ്ഞിട്ട് L 1 2.
അപ്പൊ ബാക്കി എല്ലായിടവും 3-2, ഇവിടെ മാത്രം എന്തല്ല 2-2 ആണ്. അപ്പൊ KMO ഈസ് ദ ഓഡ് വൺ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എന്താണ് PRTV? PRTV UWYZ ACEG BDFH. പറ മക്കളെ. പി കഴിഞ്ഞിട്ട് ആർ. പി കഴിഞ്ഞിട്ട് ആർ എന്ന് പറഞ്ഞാൽ എന്തോ വരണം? 2 അല്ലേ? ആർ കഴിഞ്ഞിട്ട് ടി 2 അല്ലേ? ടി കഴിഞ്ഞിട്ട് വി 2. യു കഴിഞ്ഞ് ഡബ്ല്യു. യു കഴിഞ്ഞ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ 2 ആണ്. ഡബ്ല്യു കഴിഞ്ഞിട്ട് വൈ 2 ആണ്. വൈ കഴിഞ്ഞിട്ട് ഇസഡ് 1 ആണ്. എ കഴിഞ്ഞിട്ട് സി 2 ആണ്. സി കഴിഞ്ഞിട്ട് ഇ 2 ആണ്. ഇ കഴിഞ്ഞിട്ട് ഡി 2 ആണ്. ബി കഴിഞ്ഞിട്ട് ഡി. ഡി കഴിഞ്ഞിട്ട് ഇ എഫ് ജി എച്ച്. അപ്പൊ ഇതാണ് നമുക്ക് എന്ത് വന്നിരിക്കുന്നത്? കണ്ടീഷൻ വയലേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. സോ സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എന്താ? AE പ്ലേസ് വാല്യൂസ് അറിയാമെങ്കിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഉത്തരം കണ്ടെത്താൻ പറ്റും. ദാ ഞാൻ നോക്കുന്നു. എയും ഇയും തമ്മിലുള്ള ഡിഫറൻസ് എന്തുവാ? എയും ഇയും തമ്മിൽ 1 2 3 4. സിയും ജിയും തമ്മിൽ 1 2 3 4. ജെയും എന്നും തമ്മിൽ 1 2 3 4. എമ്മും ഒയും തമ്മിൽ 1 2 3. അപ്പൊ തന്നെ അറിയാം ഇവിടെ എല്ലാം 4, ഇവിടെ മാത്രം എന്ത് വന്നിരിക്കും? 3. സോ MO ആണ് നമ്മുടെ ഓടുന്നത്. അപ്പോൾ ആൽഫബറ്റ് ക്ലാസിഫിക്കേഷനിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നോക്കുക. വൗവൽസിന്റെ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ എന്തോ നോക്കിക്കോണം, പ്ലേസ് വാല്യൂവിന്റെ ഇൻക്രിമെന്റോ ഡിക്രിമെന്റോ തരുമ്പോൾ ഒരെണ്ണം ഇതിൽ നിന്ന് വയലേറ്റ് ചെയ്ത് കിടക്കും. അത് കൃത്യമായിട്ട് അറിയാമെങ്കിൽ സിമ്പിളായി നമുക്ക് ഓർത്തു വെക്കാം. ഇജോട്ടി എന്ന് പറയുന്ന കോഡ് ഓർക്കാനായിട്ട് ശ്രമിക്കുക. ഇജോട്ടി എന്തിനു വേണ്ടിയിട്ടാ? 5 10 15 20 25 പൊസിഷനിൽ വരുന്ന ലെറ്ററുകളുടെ പ്ലേസ് വാല്യൂസ് ഓർക്കാൻ ഈ കോഡ് ഓർക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിൽ തന്നെ ഓരോ ലെറ്ററുകളുടെയും പ്ലേസ് വാല്യൂസ് ഓർക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ 20 ക്വസ്റ്റ്യൻസ് ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ എന്നുള്ള ടോപ്പിക്കിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മോർ നമ്പർ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.